വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് സിലബസിലെ 10ാം ക്ലാസ്സിലെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠത്തിലെ 15ാമത്തെ പാരഗ്രാഫ് മുതൽ ഉള്ള ഭാഗങ്ങളാണ്. നമുക്ക് ബുക്കിലേക്ക് നോക്കാം. അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൊമെൻറ്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. ഞാൻ ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ മതി, പാമ്പെന്നെ കടിക്കും. ഡെത്ത് ലഗ്ഡ് 4 inches അവേ. 4 inch അകലെ മരണം പതിയിരുന്നു, ആക്രമിക്കാൻ വേണ്ടിയിട്ടേ. ലഗ്ഡ് മീൻസ് ആക്രമിക്കാൻ വേണ്ടി പതിയിരിക്കുന്നതാണ് ലഗ്ഡ് എന്ന് പറയുന്നത്. ഡെത്ത് ലഗ്ഡ് 4 inches അവേ. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്, അത് കടിക്കുകയാണെങ്കിലേ വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്. ഞാൻ എന്ത് മരുന്ന് എടുക്കേണ്ടത്? ദർ വാസ് നോ മെഡിസിൻ ഇൻ ദ റൂം. റൂമിലാണ് മരുന്നുമില്ല. ഐ വാസ് ബട്ട് എ പുവർ ഫൂളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ഡോക്ടർ. ഞാൻ ഒരു പാവം വിഡ്ഢിയായ ഒരു ഡോക്ടർ. ഐ ഫർഗട്ട് മൈ ഡേഞ്ചർ ആൻഡ് സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈസെൽഫ്. ഞാൻ എൻ്റെ അപകടം മറന്നു, ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ചു. സ്മൈൽഡ് ഫീബ്ലി അറ്റ് മൈസെൽഫ്, ഞാൻ സ്വയം ഒന്ന് ചിരിച്ചു. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രീഷിയേറ്റ് ദ ഡെത്ത്. ദൈവത്തിന് അത് കേട്ടപ്പോൾ എന്തോ ഒരു അപ്രീസിയേഷൻ തോന്നി എന്നോട്, എൻ്റെ ചിരി കണ്ടപ്പോഴായിരിക്കും. ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. പാമ്പ് അതിൻ്റെ തല തിരിച്ചു. ലുക്ക്ഡ് ഇൻ ടു ദ മിറർ, അത് കണ്ണാടിയിലോട്ട് നോക്കി. ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ, അത് അതിൻ്റെ പ്രതിബിംബം കണ്ടു. ഐ ഡു നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. ഞാനങ്ങനെ അവകാശപ്പെടുന്നില്ല. എന്താ അവകാശപ്പെടാത്തത്? ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു എ മിറർ. കണ്ണാടിയിൽ മുഖം നോക്കിയ ആദ്യത്തെ പാമ്പ് ഇതാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇറ്റ് വാസ് സർട്ടൻ ദാറ്റ്, പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ. സ്നേക്ക് അപ്പോൾ കണ്ണാടിയിൽ തന്നെ നോക്കുകയായിരുന്നു. വാസ് ഇറ്റ് അഡ്മയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അത് അതിൻ്റെ സ്വന്തം സൗന്ദര്യത്തെ ആസ്വദിക്കുകയായിരുന്നു, പ്രശംസിക്കുകയായിരുന്നു. വാസ് ഇറ്റ് ട്രൈയിങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അബൌട്ട് ഗ്രോയിങ് മസ്റ്റാഷ്. മീശ മുളപ്പിക്കാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. വാസ് ഇറ്റ് ട്രൈയിങ് ടു മേക്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അബൌട്ട് ഗ്രോയിങ് മസ്റ്റാഷ്. മീശ മുളപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയായിരുന്നോ? ഓർ യൂസിങ് ഐ ഷാഡോ ഓർ മസ്കാര, അതോ കണ്ണെഴുതാനുള്ള കൺമഷിയും മസ്കാരയും അതുപോലെ തന്നെ വെർമീലിയനും ഒക്കെ അതിനെപ്പറ്റി ആലോചിക്കുകയായിരുന്നോ? ഓർ യൂസിങ് ഐ ഷാഡോ ആൻഡ് മസ്കാര, ഐ ഷാഡോയും മസ്കാരയും ഒക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. ഓർ വെയറിങ് എ വെർമിലിയൻ സ്പോണ്ടറ്റ്സ് ഫോർ ഹെഡ്, അതിൻ്റെ നെറ്റിക്കൊരു സിന്ധൂര തിലകം ചേർത്താൻ ആലോചിക്കുകയായിരുന്നു, അതിനുള്ള തീരുമാനം എടുക്കുകയായിരുന്നു. അറിഞ്ഞൂടാ. അപ്പോൾ വെർമീലിയൻ എന്ന് പറഞ്ഞാൽ സിന്ധൂരം എന്നാണ് അർത്ഥം. ഐ ഷാഡോയും മസ്കാരയും ഒക്കെ സ്ത്രീകളുടെ സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളാണേ. ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സർട്ടൻ. എനിക്ക് തീർച്ചയായിട്ടൊരു കാര്യം അറിയില്ല. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്. പാമ്പ് ആണാണോ പെണ്ണാണോ എന്നറിയില്ല. വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ, അതാണാണോ പെണ്ണാണോ അതറിയില്ല. ഐ വിൽ നെവർ നോ, എനിക്കറിയില്ല. ഫോർ ദ സ്നേക്ക് അൺവൗണ്ട് ഇറ്റ് സെൽഫ് ഫ്രം മൈ ആം. ഏതായാലും അതെൻ്റെ കയ്യിൽ നിന്ന് ചുരുളഴിച്ചു. അൺവൗണ്ട്, അതെൻ്റെ കയ്യിൽ നിന്നല്ല ചുരുളം കഴിച്ചു. ആൻഡ് സ്ലോലി സ്ലിതർ ഇൻ ടു മൈ ലാപ്പ്, എൻ്റെ മടിയിലേക്ക് സാവധാനം ഇഴഞ്ഞിറങ്ങി. ഫ്രം ദാറ്റ് ക്രെപ്റ്റ് ഇൻ ടു ദ ടേബിൾ, അവിടെ നിന്ന് അത് മേശപ്പുറത്തോട്ട് വലിഞ്ഞു കയറി. ആൻഡ് മൂഡ് ടുവേഴ്സ് ദ മിറർ, എന്നിട്ടോ മിററിൻ്റെ നേരെ പോയി. Perhaps it wanted to enjoy the reflection at closer quarters. ഒരുപക്ഷെ അത് എഴിഞ്ഞു കരുത് ഒന്നുകൂടെ നല്ലപോലെ കണ്ണാടി മുഖം നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചായിരിക്കാം. ഐ വാസ് നോ ലോങ്ങർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. ഇനിയിപ്പോൾ കല്ലിലുള്ള പ്രതിമ പോലെ എനിക്കിരിക്കാൻ പറ്റിയില്ല. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. കരിങ്കല്ലിൽ കൊത്തിയ വെറും ഒരു കരിങ്കൽ പ്രതിമ അല്ലായിരുന്നു ഞാനപ്പോൾ. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. അപ്പം ഞാൻ ചോരയും നീരുള്ളൊരു മനുഷ്യനായിട്ട് മാറി. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. മാംസവും ബ്ലഡും ഉള്ള ഒരു മനുഷ്യനായിട്ട് മാറി. സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രത്ത്, ശ്വാസം മുറുക്കം പിടിച്ചുകൊണ്ട് ഐ ഗോട്ട് അപ്പ്, ഞാൻ എഴുന്നേറ്റു. ഫ്രം ദ ചെയർ, കയസരം എഴുന്നേറ്റു. ഐ ക്വിക്ലി വെൻ ത്രൂ ദ ഡോർ ഇൻ ടു ദ വരാന്ത. ഞാൻ വരാന്തയിലേക്ക് വാതിൽക്കൽ കൂടെ ഒറ്റ ഓട്ടം കൊടുത്തുകയാണ്, വേഗത്തിൽ പോയി. ഫ്രം ദയർ ഐ ലിഫ്റ്റ് ഇൻ ടു ദ യാർഡ്, അവിടുന്ന് യാർഡിലേക്ക് അങ്കണത്തിലേക്ക് ചാടി. ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. എന്നിട്ട് എനിക്ക് ഏറ്റവും വിലയേറിയത് എന്താണോ അതിനുവേണ്ടി ഞാൻ ഓടി. എല്ലാവർക്കും ഏറ്റവും വിലയേറിയ അവനവൻ്റെ ജീവനല്ല, അതിനുവേണ്ടി ഓടി. ഫ്യൂ ഈച്ച് ഓഫ് അസ് ഈവ്ഡ് എ സൈ ഓഫ് റിലീഫ്. ശ്വാസം ഇടയ്ക്ക് പിടിച്ച ഞങ്ങളെല്ലാം കൂടെ ഒന്ന് നിശ്വസിച്ചു. ഓൾ ഓഫ് അസ് ലിറ്റ് ബീഡീസ്. എല്ലാവർക്കും ഒരു ആശ്വാസത്തിന് നിശ്വാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ബീഡി കൊളുത്തി, ആത്മാവിന് ശാന്തി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. സംബഡി ആരോ ചോദിച്ചു, ഡോക്ടർ ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്? ഡോക്ടറെ, താങ്കളുടെ ഭാര്യ നല്ല തടിച്ചിയാണോ? നോ ഡോക്ടർ സർ, അല്ല കേട്ടോ. ഗോഡ് വിൽ അതർവൈസ്, ദൈവം തമ്പുരാൻ വിചാരിച്ചത് മറിച്ചാണ്. മൈ വൈഫ് കമ്പാനിയൻ ഈസ് തിൻ റീഡി. എൻ്റെ ജീവിത സഖി എന്ന് പറയുന്നതേ ഒരു റീഡി പേഴ്സണാണ്, ഈറ്റ പോലെ മെലിഞ്ഞാണ്.
വിത്ത് ഗിഫ്റ്റ് ഓഫ് സ്പ്രിൻറ്റർ. പക്ഷേ അവൾ നല്ലപോലെ ഓടും. ഗിഫ്റ്റ് ഓഫ് സ്പ്രിൻറ്റർ, ഓട്ടക്കാരത്തിയാണ്. സെമണൽ സാസ് ആരോ ചോദിച്ചു, ഡോക്ടർ വെൻ യു റാൻ ഡിഡ് ദ സ്നേക്ക് ഫോളോ യു? അപ്പോഴും അവർക്ക് ആ സ്നേക്കിൻ്റെ അതിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ ചോദിച്ചു, ആ സ്നേക്കിൻ്റെ ഓർമ്മയിൽ നിന്ന് പോയിട്ടില്ല. അവർ ചോദിച്ചു, ഡോക്ടർ വെൻ യു റാൻ, നിങ്ങൾ ഓടിയപ്പോഴേ ഡിഡ് ദ സ്നേക്ക് ഫോളോ യു? പാമ്പ് നിങ്ങളുടെ പുറകെ വന്നോ? ഡോക്ടർ മറുപടി പറഞ്ഞു, ഐ റാൻ ആൻഡ് റാൻ ടിൽ ഐ റീച്ച്ഡ് എ ഫ്രണ്ട്സ് ഹൗസ്. ഞാൻ ഓടി അവസാനം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെത്തി. ഇമ്മീഡിയറ്റ്ലി ഐ സ്മിയർഡ് ഓയിൽ ഓൾ ഓവർ മൈസെൽഫ് ആൻഡ് ടുക്ക് എ ബാത്ത്. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ മേത്ത് എണ്ണയൊക്കെ തേച്ചിട്ട് കൂളി അങ്ങ് പാസ്സാക്കി. ഐ ചേഞ്ച് ഇൻ ടു ഫ്രഷ് ക്ലോത്ത്സ്. ഞാൻ പുതിയ ഫ്രഷ് അയക്കുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ചു. ഒന്നും കൊണ്ടുപോയിട്ടില്ല, അപ്പോൾ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചായിരിക്കാം. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് 8:30, പിറ്റേന്ന് 8:30 ആയപ്പോഴേ ഐ ടുക്ക് മൈ ഫ്രണ്ട് ആൻഡ് 1 or 2 അതേഴ്സ്. എൻ്റെ കൂട്ടുകാരനെയും കൂട്ടി 1-2 പേരെയും കൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? വെൻ ടു മൈ റൂം. ഞാൻ റൂമിൽ പോയി. ടു മൂവ് മൈ തിങ്സ് ഫ്രം ദയർ. അവിടെ നിന്ന് ഇനിയും അവിടെ പറ്റുകയില്ല. വല്ല വസ്ത്രമൊക്കെ എടുത്ത് ഉള്ളതെല്ലാം എടുത്തുകൊണ്ട് പോയേക്കാമെന്ന് വിചാരിച്ച് അവിടെ ചെന്നു. ബട്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. അവിടെ ചെന്നപ്പോഴേ ഒരു സാധനവും ഇല്ല. വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. കൊണ്ടുപോകാനൊന്നുമില്ല. സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് അവർ തിങ്സ്, മൈ തിങ്സ്. അവിടെ ചെന്നപ്പോഴേ അവിടെ കണ്ടു എൻ്റെ മിക്കവാറും ഉള്ളതെല്ലാം കള്ളം കൊണ്ടുപോയി. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. റൂം നല്ല ക്ലീൻ ചെയ്ത് പക്ക ക്ലീൻ ആക്കിയിട്ടുണ്ട്. ബട്ട് നോട്ട് റിയലി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പക്ക ക്ലിയർ ആയെന്ന് വെച്ചാൽ അല്ല. ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. ഒരു ഫൈനൽ ഇൻസൾട്ടായിട്ട് അവസാനം എന്നെ ലജ്ജിപ്പിക്കാൻ വേണ്ടി, എന്നെ കളിയാക്കാൻ വേണ്ടി അവൻ എൻ്റെ ബനിയനോട് ഇട്ടാച്ചാണ് പോയത്. അതാ കാര്യം. എൻ്റെ ബനിയൻ അവിടെ ഇട്ടാച്ചാണ് പോയത്. വാട്ട് വാസ് ദാറ്റ്? അപ്പോൾ ഇൻസൾട്ട് എന്താണെന്ന് ചോദിച്ചു. വാട്ട് വാസ് ദാറ്റ്? എന്താ അതെ? ഡോക്ടർ സെഡ് മൈ വെസ്റ്റ്. എൻ്റെ ബനിയൻ, ദ ഡേർട്ടി വൺ, ആ അഴുക്ക് ബനിയനെ അതവിടെ ഇട്ടാച്ചാണ് പോയത്. ദ ഫെല്ലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലെൻലിനെസ്. ആ ഫെലോയ്ക്ക് അങ്ങനെ ശുചിത്വബോധം ഉണ്ടായിരുന്നു കേട്ടോ. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ്. അവനത് എടുക്കാമായിരുന്നു. ആ റാസ്കലിന് നിർത്തോട് പോകാമായിരുന്നു. ആൻഡ് യൂസ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ്. കഴുകി ഉപയോഗിക്കാമായിരുന്നു. വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകി വേണേൽ അവന് ഉപയോഗിക്കാമായിരുന്നു. അവനെടുത്തില്ല. ഡിഡ് യു സീ ദ സ്നേക്ക് നെക്സ്റ്റ് ഡേ ഡോക്ടർ? പിറ്റേന്ന് ഡോക്ടറെ നിങ്ങൾ പാമ്പിനെ കണ്ടോ? ഡോക്ടർ ലാഫ്. ഡോക്ടർ ചിരിച്ചു. ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്. അന്ന് മുതൽ ഞാനതിനെ കണ്ടിട്ടില്ല. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ ബൈ ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അതോ അവൻ സൗന്ദര്യബോധമുള്ളൊരു നല്ല പാമ്പായിരുന്നു. ട്രാൻസ്ലേറ്റഡ് ബൈ വി അബ്ദുള്ള. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വി അബ്ദുള്ളയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.